എങ്ങനെയാണ് ഈ ഒരു ആത്മബന്ധത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? അത് വളരെ രസകരമാണ്. ഒരു 66 യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് പുറത്തു വരുന്നത്. ഫസ്റ്റ് സോങ് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞളെ മുങ്ങിത്തോർത്തിയാണ് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം 65 റെക്കോർഡ് ചെയ്ത് കുഞ്ഞാലി മരക്കാറിലെ ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് അങ്ങനെ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. പ്രേമയുമായിട്ടുള്ള ഒരു ഗാനം 65. പക്ഷേ ആ കുഞ്ഞാലി മരക്കാർ ഇറങ്ങുന്നത് 67. അപ്പോൾ 66 ഈ മഞ്ഞളെ മുങ്ങിത്തോർത്തി ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ ഹമ്മിങ് ആദ്യം കേട്ട് ആ ശബ്ദത്തിൽ ശരിക്കും ആകർഷനായിട്ട്, ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണ് ഈ ശബ്ദം വരുന്നത്, വ്യത്യസ്തമായ ശബ്ദം. അതിഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഇങ്ങനെ അനുഭവിച്ചു. 67 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനമേള കൊല്ലം ഫാത്തിമ കോളേജിൽ. നേരത്തെ നമ്മുടെ വാര്യർ പാടിയ പോലെ ശ്രീ ശബരീശ അത് പാടിയാണ് തുടങ്ങിയത്. 66 ജയവിജയ എഴുതി സംഗീതം നൽകിയ അദ്ദേഹം പാടിയ ആദ്യത്തെ ഭക്തി ഗാനമാണത്. അതാണ് ഗാനമേളയ്ക്ക് ആദ്യമായിട്ട് പാടുന്നത് 1967 കൊല്ലം ഫാത്തിമ കോളേജിൽ. അതിനുശേഷം മിക്കവാറും അദ്ദേഹത്തിന് ഗാനമേളകളിൽ ഇൻഡിവിജ്വൽ നടത്തുന്ന ഗാനമേളയിലെല്ലാം ഫസ്റ്റ് സോങ് അത് തന്നെയായിരിക്കും. കൊട്ടാരക്കര അതിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ഗണപതിക്ഷേത്രത്തിൽ പാടിയതിന് ആദ്യം ശ്രീ ശബരീശ പാടിയിട്ട് വിഘ്നേശ്വരൻ പാടി അവിടുത്തെ ആൾക്കാർ ബഹളം ഉണ്ടാക്കി, എന്തിനാണ് ഗണപതി ആദ്യം പാടാത്തതെന്ന് വെച്ചത്. അപ്പോൾ അതാണ് എൻ്റെ ഇത്. എന്നിട്ട് 68 തിരുവനന്തപുരത്ത് ഒരു ഗാനമേള വന്നു, ഒരു കാവിൽക്കടവ് അമ്പലത്തിൽ. ഇപ്പം ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും കൂടി, ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി പോയി കേട്ടു. അങ്ങനെ ആദ്യത്തെ ഗാനമേള കേൾക്കുന്നു. പിന്നെ ഒരു 150-200ഓളം ഗാനമേളകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങൾ. കോഴിക്കോട് 69 ഒന്ന് കേട്ടിട്ടുണ്ട്. MSV സാറ് കോഴിക്കോട് ഒരു ഗാനമേള നടത്തിയപ്പോഴത്തേക്ക് അന്ന് സംഗീത സംവിധായകൻ രഘുകുമാറിൻ്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇദ്ദേഹത്തെ കൂടെ പാട്ട് പാടിച്ചു MSVയുടെ ഗാനമേളയിൽ. യേശുദാസ് സാറിൻ്റെ കാറ്റടിച്ച് ഓടും കാറ്റടിച്ച പാട്ടാണ് അദ്ദേഹം പാടി. ആ ഗാനമേള വരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയി 94 അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വന്നു വെള്ളി നക്ഷത്രം വാരികയിൽ, മാസികയിൽ. അപ്പോൾ ആൾ ചോദിക്കുന്നു, അത് താങ്കളുടെ ആരാധകരെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, എനിക്ക് ആരാധകരില്ല, എല്ലാം എൻ്റെ ബന്ധുക്കളാണ്, ഈ പ്രദീപിനെ തന്നെ നോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രദീപ് എന്നൊരു വിദ്വാൻ തിരുവനന്തപുരത്തുണ്ട്, നമ്മൾ അടുത്ത് തന്നെ, പൂജപ്പുറക്കാരൻ. അപ്പോൾ അദ്ദേഹം 92 അദ്ദേഹമായിട്ട് ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇൻലൻഡ് വായിച്ച് എഴുതി അദ്ദേഹത്തിന് കത്തുകളയക്കും, തിരിച്ച് മറുപടി അയക്കും. അങ്ങനെ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ അദ്ദേഹം പാടാൻ വന്നപ്പോൾ നേരിട്ട് പോയി ബന്ധപ്പെട്ടു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ 2 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പോയി കണ്ടു. അപ്പോൾ 95 M. ജയചന്ദ്രൻ്റെ സ്മൃതിൻ ചിറകിലേറി എന്ന ഗാനത്തിന് റെക്കോർഡിങ്ങിന് തരങ്കിണി വരുന്നു. പ്രദീപ് എന്നെയും കൂട്ടി അവിടെ ചെല്ലുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും പറയുമ്പോൾ എന്നെ വന്നു കണ്ടു, പറഞ്ഞു, ചേട്ടാ എന്നെ പ്രദീപ് മാഷ് നൽകി, മനോരമ മാഷ് ചേട്ടൻ്റെ ആരാധകനാണ്. ആണോ, ശരി കാണാം, അത്രയല്ലേ, പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം പ്രദീപിൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പ്രദീപ് എന്ന് പറഞ്ഞു, നാളെ ചേട്ടൻ വരുന്നുണ്ട്, 2 ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവിടെ ചെന്നു. ഞാൻ ഇദ്ദേഹം ഇരിക്കുമ്പോൾ കസേരയിരിക്കും, അവരുണ്ടൊരു വർത്തമാനം പറയും. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി വരെ ഇരിക്കും. ഊണ് കഴിക്കുന്ന സമയം ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഇറങ്ങുമ്പോൾ ഇയാൾ എന്തൊരു ബോറിനാണ്, രാവിലെ മുതൽ വളർന്ന് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് വൃത്തിയുടെ ആൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രദീപിൻ്റെ ചൂടാവും. എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോഴെല്ലാം ഇത് ആവർത്തിച്ചു. അദ്ദേഹം ചീത്ത പറഞ്ഞു, ഞാൻ പോയി. എൻ്റെ അടുത്ത് കൂടെ പറഞ്ഞിട്ടില്ല പ്രദീപിൻ്റെ കൂടെ. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല പ്രദീപ് പറഞ്ഞു, ഇങ്ങനെ ഒരു കല്ലമ്പലത്തൊരു ഗാനമേളയുണ്ട്, മാഷോടെ ഒന്ന് പോകുമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്. അപ്പം നമുക്കൊരു അവസരം വീണ് കിട്ടിയതാണ്. അങ്ങനെ 2 പേരും കൂടെ പോയി കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നു, പാട്ടുകളൊക്കെ സംസാരിച്ചു. അപ്പോൾ പാട്ടുകൾ സംസാരിച്ചപ്പോൾ ആൾ വാചാലനായി. അങ്ങ് എത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായി. ഒരു യാത്രയിൽ എങ്ങനെ സ്വന്തം ആളായി? ആ ഗാനമേളയ്ക്ക് പൈസ എല്ലാം കളക്ട് ചെയ്യാനാണ്. എന്നിട്ട് അവർ ഓരോരുത്തർക്ക് പൈസയൊക്കെ വീതിച്ചു കൊടുത്തൊക്കെ ഞാനാണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ വീട് വാങ്ങി 97. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് ചോദിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞ് വന്നു. 6 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി 3 മണി വരെ പാടിയും പറഞ്ഞു. പിന്നെ ആ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ കേട്ടത് ഇപ്പോഴും തിരുവനന്തപുരത്ത് വന്നാൽ ഈ കമ്പനിക്കാരന് എത്ര വലിയ സ്റ്റാർ ഹോട്ടൽ കൊടുക്കാന്ന് പറഞ്ഞാലും. എന്നിട്ട് ഈ 6 പോകുമ്പോൾ പറഞ്ഞു, മനോഹര, നമ്മൾ തമ്മിൽ എന്തോരം മുജ്ജന്മ ബന്ധമുണ്ട്, നമ്മൾ വളരെ മുൻപേ പരിചയപ്പെടേണ്ടതായിരുന്നു.